രാജ്ഭവനിലെ 50 ഏക്കർ വരുന്ന കൃഷി, ആ കൃഷിഭൂമിയിലെ വിളവെടുപ്പിനെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കൃത്യമായ പരിപാലനത്തിലൂടെ മികച്ച വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് ഗവർണറും ജീവനക്കാരും. കൃഷിത്തോട്ടം കണ്ടും വിളവെടുത്തും പഴങ്ങൾ രുചിച്ചുമാണ് അദ്ദേഹം മടങ്ങിയത്. 50 ഏക്കർ വരുന്ന ഭൂമിയിൽ വിളയിച്ചെടുത്ത ചീരയും മത്തനും പയറും പടവലവും. രാജ്ഭവനിലെ വിശാലമായ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പിന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തന്നെ നേരിട്ടെത്തി. മികച്ച വിളവ് കണ്ടപ്പോൾ ഗവർണർക്കും അതിയായ സന്തോഷം. നട്ട വിത്തിനങ്ങളെക്കുറിച്ചും അവ തമ്മിലുള്ള ഗുണവ്യത്യാസങ്ങളെക്കുറിച്ചും ആരാഞ്ഞ് ചീര പിഴുതും മത്തൻ കുത്തിയും പയർന്നുള്ളിയും ഗവർണറും വിളവെടുപ്പിന്റെ ഭാഗമായി. പടവലം, ചീര, മുരിങ്ങ, നെയ്ക്കുമ്പളം, മത്തൻ, നിത്യവഴുതന, വെള്ളരി, ക്യാബേജ്, കത്രിക്ക, നീളപ്പയർ തുടങ്ങി വിളവെടുപ്പിനായി തയ്യാറായി നിന്ന ഇനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. രാജ്ഭവനെ ഒരു കാർഷികോദ്യാനമാക്കി മാറ്റാനുള്ള തന്റെ തീരുമാനം യാഥാർത്ഥ്യമായതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഗവർണർ. ഓണത്തിന് മുൻപ് തന്നെ ഇവയെല്ലാം വിളവെടുത്ത് രാജ്ഭവനിലെ മുഴുവൻ ജീവനക്കാർക്കും പച്ചക്കറി കിറ്റായി നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആഗ്രഹം. എന്നാൽ മഴ ചതിച്ചതിനാൽ ആ ആഗ്രഹം പൂർണ്ണമായും സാധ്യമാക്കാനായില്ല. ചീര, പയർ, വെണ്ട തുടങ്ങിയ കുറച്ചിനങ്ങൾ മാത്രമേ ഓണക്കിറ്റിൽ നൽകാനായുള്ളൂ. ബീഹാറിൽ ഗവർണറായിരിക്കെയുള്ള പരീക്ഷണ വിജയത്തിന്റെ പ്രചോദനത്തിലാണ് കേരളത്തിലെ കാർഷിക യജ്ഞത്തിന് രാജേന്ദ്ര ആർലേക്കർ മുൻകൈയെടുത്തത്. ജീവനക്കാരുടെ കൃത്യമായ അധ്വാനവും പരിപാലനവും ഈ ലക്ഷ്യം വിജയം കണ്ടതിന് പിന്നിലുണ്ട്. വിളവെടുപ്പിന് പങ്കാളിയായതിനോടൊപ്പം പറിച്ചെടുത്ത പഴവർഗ്ഗങ്ങൾ രുചിച്ചു നോക്കിക്കൂടിയാണ് ഗവർണർ മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.